നിലാക്കീറിലേക്ക് സ്വാഗതം. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ആഘോഷം എല്ലാവരും ചേർന്ന് ആകാശദീപം ഉയർത്തുന്ന ദിവസമായിരുന്നു. ഏറ്റവും നല്ല ദീപം ഉയർത്തുന്ന വീടിനെ ആ വർഷത്തെ അനുഗ്രഹിക്കപ്പെട്ട വീടായി പ്രഖ്യാപിക്കുകയും ചെയ്യും. ദേവനന്ദ എന്ന പെൺകുട്ടി അവളുടെ അമ്മൂമ്മയുടെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. തങ്ങളെങ്ങനെ ആകാശദീപം ഉയർത്തുമെന്നവൾ ചോദിച്ചപ്പോൾ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ കൊണ്ട് എന്നായിരുന്നു മുത്തശ്ശിയുടെ മറുപടി. കാരണം ആകാശദീപം ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അത് വാങ്ങാനുള്ള പണവും ഇല്ലായിരുന്നു. മുത്തശ്ശി പറഞ്ഞത് അതിൻ്റെ അർത്ഥമൊന്നും അത്ര മനസ്സിലായില്ലെങ്കിലും ആ പെൺകുട്ടി അന്നു മുതൽ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും ചെന്ന് വൃദ്ധരായ ആളുകൾക്ക് വെള്ളം കോരിക്കൊടുത്തും ഭക്ഷണം വെച്ചു കൊടുത്തുമൊക്കെ ആവുന്ന വിധത്തിൽ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ഉത്സവ ദിനമെത്തി. എല്ലാവരും മൈതാനത്തിൽ ഒരുമിച്ച് കൂടി ആകാശദീപം ഓരോന്നായി ഉയർത്താൻ തുടങ്ങി. പെട്ടെന്ന് ഒരാരവം കേട്ട് എല്ലാവരും നോക്കുമ്പോൾ വലിയൊരു ആകാശദീപം അതിയായ പ്രകാശത്തോടെ ഉയരുന്നത് അവർ കണ്ടു. അത് തൻ്റെ വീട്ടിൽ നിന്നാണ് എന്നറിഞ്ഞ ദേവനന്ദ അവിടേക്ക് ഓടി. ആ ദിവസങ്ങളിൽ അവൾ സഹായിച്ച വീടുകളിലെ മനുഷ്യരെല്ലാവരും ചിരിയോടെ തൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് അവിടെ എത്തിയ ദേവനന്ദ കണ്ടത്. ആ വർഷത്തെ അനുഗ്രഹിക്കപ്പെട്ട വീട് അവളുടെ വീടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട വീടായി മാറാൻ വെറുതെ ഒരു ആകാശദീപം ഉയർത്തിയാൽ മതിയാവില്ലെന്നും തൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് ആകാശദീപത്തിൻ്റെ പ്രഭയേറ്റുന്നതെന്നും അങ്ങനെയാണ് ആ പെൺകുട്ടി മനസ്സിലാക്കിയത്. കഥയിലെ ആകാശദീപത്തെ പോലെ ജീവിതത്തിൻ്റെ പ്രകാശം വർദ്ധിപ്പിക്കാനായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ജനക്കൂട്ടമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. സുവിശേഷത്തിൻ്റെ സന്ദർഭം ഇങ്ങനെയാണ്: കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്നാപക യോഹന്നാൻ്റെ ശബ്ദം കേട്ട മനുഷ്യരാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത്. സുവിശേഷത്തിൽ ഈ ചോദ്യം ഉയരുന്നത് സ്നാപകൻ്റെ കടുത്ത വാക്കുകൾ കേട്ടതിന് ശേഷം ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പരിശ്രമം എന്ന നിലയിലാണ്. എന്നാൽ ആരാധനാക്രമത്തിൽ അത് വായിക്കപ്പെടുന്നത് തീർത്തും വ്യത്യസ്തമായ പശ്ചാത്തലത്തിലാണ്. കാരണം ഇത് ആഗമനകാലത്തിലെ 3-ാം ഞായറാണ്. ഗൗദാത്തെ ഞായർ, സന്തോഷ ഞായർ എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആരാധനാക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വചനഭാഗത്തെ സമീപിക്കുമ്പോൾ ശിക്ഷയെ പേടിച്ചുള്ള മാനസാന്തരത്തിൻ്റെ പ്രവൃത്തികൾ എന്നതിനേക്കാൾ രക്ഷകൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞവർ അവനെ സ്വീകരിക്കാനായി എന്തൊക്കെ ചെയ്യണമെന്ന ചോദ്യമായി അത് മാറുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തിലെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ചോദ്യമാണ് എന്ന് പറയാം. വൈകാരികമായ ഒരു സന്തോഷാനുഭവത്തേക്കാൾ ആഴമുള്ള ചില അനുഭവങ്ങളിലേക്കാണ് സന്തോഷ ഞായർ നമ്മെ ക്ഷണിക്കുന്നത് എന്നത് ഉറപ്പായ കാര്യമാണ്. ആന്തരികമായ ചില പരിവർത്തനത്തിൻ്റെ സൂചനകൾ സുവിശേഷ ഭാഗത്ത് വ്യക്തമായി പറയുന്നുണ്ട്. സ്നാപകൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് എളുപ്പത്തിൽ പിടികിട്ടുകയും ചെയ്യും. ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ ജനക്കൂട്ടത്തോടും നീതിയോടെ പ്രവർത്തിക്കാൻ ചുങ്കക്കാരോടും ലഭിക്കുന്ന കൂലിയിൽ തൃപ്തി അനുഭവിക്കാൻ പട്ടാളക്കാരോടും യോഹന്നാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ കേട്ടപ്പോൾ തന്നെ തങ്ങൾ കാത്തിരുന്ന മിശിഹ യോഹന്നാനായിരിക്കുമോ എന്നവർ ചിന്തിച്ചുവെന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ടാവും അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിലൂടെ കടന്നുപോയത്? യഥാർത്ഥത്തിൽ യോഹന്നാൻ വലിയ അതിശയങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും യോഹന്നാൻ മിശിഹായാണെന്ന് അവർക്ക് തോന്നി. ദൈവം തങ്ങളെ സന്ദർശിച്ച അനുഭവം ജനത്തിനുണ്ടായി. ദൈവം കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതിന് ഒരു പുതിയ അർത്ഥം അങ്ങനെ രൂപപ്പെടുകയായിരുന്നു എന്ന് പറയാം. അത് ദൈവം എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യും എന്ന പ്രതീക്ഷയേക്കാൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റമായി അതിനെ വ്യാഖ്യാനിക്കാവുന്നതേ ഉള്ളൂ. സുവിശേഷത്തിൽ കാണുന്ന ആൾക്കൂട്ടം നമുക്കങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. യോഹന്നാൻ നൽകിയ നന്മ നിറഞ്ഞ പ്രേരണകളിൽ തങ്ങളിലേക്ക് വരുന്ന ദൈവ സാന്നിധ്യത്തെ അവർ തിരിച്ചറിയുകയായിരുന്നു. അതിനനുസൃതമായി തങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്താൻ അവർ തയ്യാറാവുകയും ചെയ്തു.
സക്കേവുസിൻ്റെ കഥ ഇതിനോട് കൂട്ടി വായിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. അയാളുടെ വീട്ടിലെത്തിയ യേശു സക്കേവുസിനോടൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഇനിയും പഴയ മട്ടിൽ ജീവിച്ചാൽ പോരാ എന്ന് അയാൾക്ക് തോന്നുകയാണ്. അങ്ങനെയാണ് സക്കേവുസിൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു തുടങ്ങുന്നത്. ശരിക്കു പറഞ്ഞാൽ ദൈവസാന്നിധ്യം അനുഭവിച്ചവർ നടത്തുന്ന ആഘോഷത്തിൻ്റെ പേരാണ് മാനസാന്തരം. അതിലേക്കാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഹൃദയം നമ്മെ ക്ഷണിക്കുന്നത് എന്ന് പറയാം. ആദ്യം പറഞ്ഞ കഥയിലെ ദേവനന്ദ എന്ന പെൺകുട്ടിയും അവളുടെ ചിന്തകളും പറഞ്ഞു വയ്ക്കുന്ന സൂചനകളും സമാനം തന്നെയാണ്. ഗ്രാമത്തിലെ ആകാശദീപങ്ങളുടെ ഉത്സവദിനത്തിൽ ഉയർത്തപ്പെടുന്നത് കുറച്ച് വസ്തുക്കൾ കൊണ്ടു നിർമ്മിച്ച ദീപങ്ങളാണ് എന്നതായിരുന്നല്ലോ അവളുടെ ചിന്ത. എന്നാൽ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ രൂപപ്പെടുത്തുന്ന വെളിച്ചമാണ് ആകാശത്തിലേക്ക് ഉയരുന്ന ദീപത്തിലെ പ്രകാശമെന്ന് അവൾ പതുക്കെ മനസ്സിലാക്കി. യേശുവിൻ്റെ പിറവിയുടെ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇക്കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് ഉചിതമാവും എന്ന് തോന്നുന്നു. ക്രിസ്മസൊക്കെ അടുത്തു വരുമല്ലേ. കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ദിനം എന്നതിലപ്പുറം ദൈവം എനിക്കരികിലേക്ക് അടുത്തു വരുന്നു എന്ന തോന്നൽ ഉള്ളിലെങ്ങാനും ഉണരുന്നുണ്ടോ? കുറച്ചുകൂടി അവധാനതയോടെ ഹൃദയത്തെ ശ്രദ്ധിക്കാനായാൽ ചിലപ്പോൾ എന്നിലേക്ക് വരുന്ന ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയാനായേക്കും. വെറുതെ ഒന്ന് ശ്രമിക്കാം. യോഹന്നാനെ കണ്ട ആൾക്കൂട്ടത്തെ പോലെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാൻ തോന്നിയാലോ? ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് മാനസാന്തരത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അവൻ്റെ പിറവി ആഘോഷിക്കാൻ പ്രേരണ ഉണ്ടായാലോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ വരവിനെ അനുഷ്ഠാനങ്ങൾ കൊണ്ടല്ല ജീവിതം കൊണ്ട് ആഘോഷിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.